സമയത്ത് ചേച്ചിയും കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുണ്ട്. ഒരു സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ ഒരു കാരണവശാലും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. പുഷ്പയുടെ ഡബിങ് വല്ലതും ആയോ? പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നു. ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്നത് റിവ്യൂ ബോംബിംഗ് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. അതോ പ്രേക്ഷകരോട് എന്താണത് പറയാൻ? അദ്ദേഹത്തിന്റെ ആ ഒരു 30 വർഷത്തെ യാത്ര നമ്മളിവിടെ മാധ്യമ സുഹൃത്തുക്കൾക്കൊപ്പം ആഘോഷിക്കുകയാണ്. ചെറിയ കേക്ക് കുറിച്ചുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാറ്റേണിൽ നിന്ന് വളരെയധികം മാറി ചെയ്യുന്ന ഒരു സിനിമയാണ് തലവൻ. തീർച്ചയായിട്ടും ഒരു ത്രില്ലർ ജോണറിൽ വരുന്ന സിനിമയാണ്. 24-ാം തീയതി മെയ് 24-ന് റിലീസാവുകയാണ്. ചോദിക്കാം, വിജയേട്ടൻ ഇപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഇവിടെ അപ്രതീക്ഷിതമായിട്ട് കേക്ക് വന്ന പോലെ ഒട്ടും അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സിനിമയിൽ വന്ന ഒരാളാണല്ലോ. 30 വർഷമായി നാഷണൽ അവാർഡ് ഉൾപ്പെടെയുള്ള നേട്ടങ്ങളുണ്ട് സിനിമയിൽ. ഒരുപാട് ആളുകൾ ഓർത്തു വയ്ക്കുന്ന, പിന്നെയും കാണാൻ ആഗ്രഹിക്കുന്ന, പുനർവായിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. 30 വർഷത്തെ ജേണി എങ്ങനെയൊന്ന് ഞങ്ങളോടൊന്ന് പറയാം. അതിൻ്റെ ഒരു ജോയ്. 30 വർഷം കൂടെ പ്രതീക്ഷിക്കാതെ ഈ വിഘ്നങ്ങൾ തിരങ്കടവതിക്ക് കൊടുക്കുന്ന പോലെ തുടങ്ങിയതാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഈ ജേണി എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തുടങ്ങിയതാണ്. ആക്ച്വലി അന്നൊന്നും സീരിയസ് അല്ലായിരുന്നു. ആക്ച്വലി ഒരു എന്താണ് ചെയ്തതെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് തുടങ്ങി. സിനിമയെന്ന് കുറേ കാലം കഴിഞ്ഞ് നമ്മുടെ ജീവിതം ആദ്യതാണെന്ന് അറിഞ്ഞു. കുറച്ചുകൂടെ സിനിമയെ സീരിയസ് ആയിട്ട് കാണാനും സ്നേഹിക്കാനും. ഈ അടുത്തിറങ്ങിയ നമ്മുടെ മലയാളത്തിലിറങ്ങിയ പോലീസ് സിനിമകളൊക്കെ തന്നെ കുറേ കൂടി പോലീസുകാരുടെ അവരുടെ വർക്കിലെ ചാലഞ്ചസ് അവർ പേഴ്സണൽ ലൈഫും കൂടിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജോസഫ് ആയാലും ശരി, ശ്രദ്ധിക്കപ്പെട്ട ഇലവിഴ പുഞ്ചിരായാലും ശരി, കണ്ണൂർ സ്കോഡ് ഉൾപ്പെടെ അത് അന്വേഷകരിലേക്ക് കൂടി നീളുന്ന സിനിമയായിരുന്നു. ഇപ്പോൾ തലവനിൽ നമ്മളിപ്പോൾ പണ്ടൊക്കെ കണ്ടിട്ടുള്ള ഈ ആവനാഴിയൊക്കെ പോലെ ഭയങ്കര റോ ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അവരുടെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറേ സീൻസ് ഒക്കെ ഉള്ള അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമയാണോ? അല്ല, ഒരുപാട് സ്ലോ മോഷനും പഞ്ച് ഡയലോഗും ഉള്ള അങ്ങനത്തെ ഒരു പാറ്റേൺ അല്ല. സെമി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ആവശ്യത്തിന് ഡ്രാമയുണ്ട്. സാങ്കല്പികമായ ഒരു സ്ഥലത്ത് നടക്കുന്ന, കൃത്യമായ ഈ ഭൂപ്രദേശത്ത് നടക്കുന്നതൊന്നും പറയാതെ ഒരു സാങ്കല്പികമായ സ്ഥലത്ത് നടക്കുന്ന ചേപ്പനംതോട്ട എന്ന് പറയുന്ന, ഞങ്ങൾ സാങ്കല്പികമായ പേരാണ്, അവിടെ നടക്കുന്ന പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ്റെ പോലീസ് പ്രൊസീജിയർ സ്റ്റോറിയാണ്. പോലീസിൻ്റെ ഹൈറാർക്കി വിഷയമായിട്ടുള്ള, പോലീസിലെ ഈഗോ വിഷയമായിട്ടുള്ള, എന്നാൽ ഒരു കൃത്യമായ ഒരു കഥയും അതിനകത്ത് കഥാപാത്രങ്ങൾക്കെല്ലാം കൃത്യമായ ബയോഡാറ്റയും ഒരു കൃത്യമായ അന്വേഷണമുള്ള ഫോർമുലയിലാണ് ഞാനിത് കൺസീവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി ജിസ്റ്റ് ജോയി എന്ന് പറയുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഇന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫാമിലി എന്റർടൈനിങ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലായിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകളുള്ള ഒരാളാണ് താങ്കൾ. അപ്പം അതിൽ നിന്ന് മാറി ഒരു ത്രില്ലർ ജോണിലേക്ക് അത് ബ്രേക്ക് ചെയ്യണം എന്ന് കരുതിയിട്ടാണോ അതോ അല്ല? അങ്ങനെയല്ല, ഡെലിബറേറ്റ്ലി അങ്ങനെ ബ്രേക്ക് ആയതല്ല. എനിക്ക് ഈ ഇന്നലെ വരെ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് ഈ കഥ 2 റൈറ്റേഴ്സിൻ്റെ അടുത്ത് ഒന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം ഇഷ്ടപ്പെട്ടപ്പോൾ നമ്മളിപ്പോഴും അങ്ങനെയാണ്, നെക്സ്റ്റ് സ്റ്റെപ്പ് ആർട്ടിസ്റ്റിനോട് ഒന്ന് പറഞ്ഞു നോക്കാം, അവർക്കും നമുക്ക് തോന്നി അതേ എക്സൈറ്റ്മെൻറ്റ് തോന്നുമെന്ന്. അങ്ങനെ ഫസ്റ്റ് ആസിഫിനോട് പറഞ്ഞു. ആസിഫിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബിജുവേട്ടൻ ഈ ക്യാരക്ടർ ചെയ്താൽ കൊള്ളാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രൊഡക്ഷനും ആസിഫിനും എനിക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിജുവേട്ടൻ ആ ക്യാരക്ടർ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഇപ്പോൾ സൺഡേ ഹോളിഡേയിൽ ശ്രീനിവാസൻ സാറ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതേ അളവിലുള്ള കോൺഫിഡൻസ് ആണ് ഈ സിനിമയിൽ ബിജുവേട്ടൻ ഇത് കഥ കേട്ട് ഓക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നിയത്. കാരണം ബിജുവേട്ടന് ശരിക്കും ഒരു പോലീസ് ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ്. അച്ഛൻ പോലീസായിരുന്നു, പോലീസ് ക്യാമ്പിൽ വളർന്ന ഒരാളാണ്. സോ സെറ്റിൽ എപ്പോഴും ഞങ്ങൾക്ക് എന്തിനും റെഫറൻസ് കൃത്യമായിട്ട് ചോദിക്കാവുന്ന, ഞങ്ങളെ കറക്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ബിജുവേട്ടൻ്റെ ഒരു ഹ്യൂജ് ഫാനാണ് ഞാൻ. അറിയാം, ഇപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്തു 30 വർഷമായിട്ട് നമ്മൾ ബിജുവേട്ടനെ കണ്ടോണ്ടിരിക്കുന്നത് ചെറിയ കാര്യമല്ല. 30 വർഷം എന്ന് പറയുന്നത്
അപ്പോൾ സ്റ്റിൽ പാഷൻ നഷ്ടപ്പെടാതെ പുതിയ 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 ആർക്കറിയാൻ പോലത്തെ സിനിമകളും, എന്നാൽ ഒരു സൈഡിൽ ഓർഡിനറി പോലത്തെ സിനിമകളും, വെള്ളിമൂങ്ങ പോലത്തെ സിനിമകളും ഇങ്ങനെ ചെയ്ത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അഭിനേതാവാണ്. രാജ്യം അംഗീകരിച്ചിട്ടുള്ള അഭിനേതാവാണ്. അപ്പോൾ ആസിഫ് സ്ഥിരമായിട്ട് എൻ്റെ കൂട്ടുകെട്ട് ഉള്ളതാണ്. പക്ഷേ വിജയനുമായുള്ള കൂട്ടുകെട്ട് ആദ്യമായിട്ടായിരുന്നു. അത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് എക്സൈറ്റ്മെന്റ് എന്നുള്ള വേർഡ് ഇപ്പോൾ പറഞ്ഞ് ക്ലീഷ ആയിട്ടുണ്ടെങ്കിലും വേറെ വേർഡ് കിട്ടാത്തതുകൊണ്ട് പറയാണ്. അത്രയും ആസ്വദിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു തലവൻ. ആസ്ക് എന്ന് പറയുന്നത് ജിസ്റ്റോയെ സംബന്ധിച്ച് ഒരു ലക്കി ചാമാണോ? അതുകൊണ്ടാണോ ഈ സിനിമയിൽ? അത് തീർച്ചയായിട്ടും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്കി ചാം എന്നുള്ള വേർഡിനകത്തുള്ളൊരു വിശ്വാസത്തിനപ്പുറം ഇതുവരെ ചെയ്ത സിനിമകൾക്കൊക്കെ ആസിഫ് ഫിറ്റ് ആയിരുന്നു കഥാപാത്രം. ഇതുവരെ ചെയ്ത എല്ലാ പടങ്ങളും, ഇപ്പോൾ ഈ സിനിമ ഉൾപ്പെടെ. അപ്പോൾ അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും, രണ്ടുപേരും കട്ടയ്ക്ക് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. വിജയന്റെ ഹിറ്റ് സിനിമകളുടെ ഭാഗമായിട്ട് സമിത ചേച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ 30 വർഷം പൂർത്തിയാക്കുന്ന ഈ അവസരത്തിൽ സമിത ചേച്ചിയെ പറ്റി എന്താണ് പറയാനുള്ളത്? സമിത ചേച്ചിയും കൂടെ കൂട്ടിയിട്ട് 22 വർഷമായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കറക്റ്റായാൽ മാത്രമല്ല നമുക്ക് ഫ്രീ ആയിട്ട് സിനിമകളൊക്കെ ചെയ്യാൻ പറ്റും. അതിൽ സിനിമയിൽ നിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ സമിതിയുടെ സപ്പോർട്ട് വളരെ വലുതാണ്. സിനിമകൾ കണ്ടിട്ടാണെങ്കിലും നമ്മുടെ കുഴപ്പങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേറെ സിനിമകൾ കാണാൻ പ്രേരിപ്പിക്കാത്ത സിനിമയെ സപ്പോർട്ട് തന്നെയാണ് തീർച്ചയായും. അതുപോലെ തന്നെ അയ്യപ്പൻ കോശിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു ഈഗോസ്റ്റിക് ഒരു ഇതുണ്ടല്ലോ, അതുപോലെ തന്നെയാണോ പോലീസിലുള്ള ഒരു ഈഗോസ്റ്റിക് ഇതാണോ ഈ കഥ പറയുന്നത്? ട്രെയിലർ വന്നപ്പം അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. ഇതൊരു ഈഗോ ബേസ്ഡ് സിനിമയല്ല ആക്ച്വലി. പക്ക ഒരു പോലീസ് പ്രൊസീജിയറാണ്. രണ്ടുപേരും വർക്ക് ചെയ്യുന്ന പോലീസിലാണെന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ, തറോ ഇൻവെസ്റ്റിഗേഷൻ, ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. എല്ലാ ഒരു സീനിൽ നടന്ന സീനിലേക്ക് എന്താണെന്ന് നടക്കാൻ പോകുന്നത് നമുക്ക് കഥ കേട്ടപ്പോണ്ടായിരുന്ന അതേ ആകാംക്ഷ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ മേക്ക് ചെയ്യുന്നത് തന്നെയാണ്. സാറിന് ശിവകാർത്തികേയൻ അഭിനയിക്കുന്ന സിനിമയിൽ വിജയേട്ടനാണ് പ്രധാന വേഷം ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് അദ്ദേഹം വന്നത്. വലിയ ഫൈറ്റ് സീക്വൻസുകളൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇതിനെ പറ്റിയാണ് അവരുടെ അല്ല, അതൊരു മിറേഴ്സ് ഫിലിം തന്നെയാണ്. ടിപ്പിക്കൽ മിറേഴ്സ് ഫിലിം തന്നെയാണ്. ശിവകാർത്തികേയൻ വലിയ ബഡ്ജറ്റ് കൊമേഴ്സ്യൽ വലിയ ബഡ്ജറ്റ് വലിയൊരു വർഷത്തോളം വരുന്ന ഷൂട്ടുള്ള മൂവിയാണ്. അതൊരു നല്ല അല്ലെങ്കിൽ റീസെന്റ് പ്രഷറായിട്ട് കൂടി ഞെട്ടിയ ഗരുഡലിന്റെ ആ കഥാപാത്രമുണ്ട്. അപ്പം സുരേഷേട്ടനായിട്ട് പോലീസ് സ്റ്റേഷൻ നടക്കുന്ന ചേട്ടൻ സൈക്കോ മോഡിലേക്ക് പോകുന്ന ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പ്രഷറായിട്ട് കൂടി ഞെട്ടിച്ച തലവലില് അതേപോലെ പ്രഷറിന് ഞെട്ടിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു കഥാപാത്രം മാത്രമായിട്ടല്ല തലവൻ, നല്ലൊരു ഫയറുള്ളൊരു സ്റ്റോറിയാണ് ആക്ച്വലി. പിന്നെ അതിലത്തെ സീൻസ് എല്ലാം ഇൻവെസ്റ്റിഗേഷനായിട്ട് കണക്റ്റഡ് ആണ്. ഒരേ സ്റ്റേഷനിലുള്ള 2 പേര് ഇൻവോൾവാണ്. സോ പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫയറുണ്ട്. ഒരു സീൻ ടു സീൻ പോകുമ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗ്രാഫും പേസും ഒക്കെ ഫിലിമുണ്ട്. നമുക്ക് അഭിനയിച്ചുകൊണ്ട് വരുമ്പോൾ സ്ക്രിപ്റ്റുള്ളതിനേക്കാൾ എനിക്കാണ് ജസ്റ്റ് ഒരുപാട് ഈ പെർഫോം ചെയ്ത് വരുന്നതിനനുസരിച്ച് ഇംപ്രൂവൈസ് ചെയ്തിട്ട് ഡയലോഗ്സും അതിൻ്റെ ഒരു ടെമ്പോ ഏരിയയിലൊക്കെ നന്നായിട്ട് മാറ്റും. അങ്ങനെ ഓരോ സീനിനും ആവശ്യമില്ലാത്തൊരു സീൻ ഈ മൂവിയിലില്ല. ഒരു സീൻ അടുത്ത എന്താണെന്ന് അറിയാണ്ട് ഒരു ആകാംക്ഷ നിങ്ങൾ കൊണ്ടുപോകുന്ന രീതി പെർഫോമൻസാണ്. എല്ലാ സീനും പെർഫോം ചെയ്യേണ്ട സീൻസ് തന്നെയാണ്. ലൈറ്റ് സീൻസ് വളരെ കുറവാണ് ആക്ച്വലി സിനിമയിൽ. എല്ലാ സീൻസിലും അങ്ങനെ ഒരു ആകാംക്ഷ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ കഥ പറയുമ്പോൾ അടുത്ത് എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ തീർച്ചയായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് ഞാനൊരു 2.5 മണിക്കൂർ ഇരുന്ന് ഫുൾ അത് കേട്ടതിൻ്റെ കാര്യം. ഒരു സീൻ ടു സീൻ പോകുമ്പോൾ നമുക്ക് അടുത്ത് കേൾക്കാൻ തോന്നുന്നതാണെന്നറിയാം. കഥ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. ഒരുപടി മോഡിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു സ്റ്റാർഡമൊക്കെ അടുത്ത ലെവലിലേക്ക് എത്തും. ഇപ്പോൾ സൂര്യ സിംഗം ചെയ്യുന്നു, അല്ലെങ്കിൽ കമലഹാസൻ കാക്കിസറ്റൊക്കെ ചെയ്യുമ്പോഴാണ് അത് അവരുടെ സ്റ്റാർഡം ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ആയാലും ഇപ്പോൾ ഈ 1.5 വർഷം കൊണ്ട് 5 ട്രാൻസ്ഫർ എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാസ് കാര്യമായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്യുന്ന ട്രെയിലർ കാണുമ്പോൾ. അപ്പോൾ ഇത് ആ വിധത്തിൽ സ്റ്റാർഡം കൂടി കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യുന്ന പടമായിരിക്കും ആസിഫയുടെ തലവൻ. ഭയങ്കര സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറോ ഈ പറയുന്ന പോലെ കാക്കയോ അങ്ങനെയുള്ള റെഫറൻസ് ഒരു സമയത്ത് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. നമുക്ക് കാണാൻ ഇഷ്ടപ്പെടുന്ന പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എപ്പോഴും ഭയങ്കര മസ്കുലർ ആയിട്ടുള്ള ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആയിരുന്നു. പക്ഷെ നമുക്ക് മലയാള സിനിമയിൽ എപ്പോഴും
കുറച്ചും കൂടെ നമ്മുടെ ഒരു എവറിഡേ ലൈഫിൽ കാണുന്ന പോലത്തെ പോലീസുകാരോടാണ് നമുക്ക് താല്പര്യം. അപ്പൊ അങ്ങനത്തെ ഒരു പോലീസുകാരൻ ചെയ്യാനാണ് എന്നെ കൊണ്ടും പറ്റുള്ളൂ. എനിക്കൊരു ഭയങ്കര ഭീകരനായ ഒരു പോലീസ് ഓഫീസർ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അത്തരത്തിലുള്ള ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതുവരെ ഇപ്പൊ കൂമനിലും കുറ്റവും ശിക്ഷയിലും ഒക്കെ ചെയ്തതിനേക്കാൾ ചിലപ്പോൾ കുറച്ചും കൂടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫ്ലേവർ ഈ കാർത്തിക് എന്ന് പറഞ്ഞ ക്യാരക്ടറിനുണ്ടാവും. തീർച്ചയായിട്ടും അത് അങ്ങനെ കിട്ടിയാൽ സന്തോഷം. ആസ്മിക, മലയാളികളുടെ യൂത്ത് ഐക്കണായിട്ടുള്ള യൂത്ത് സ്റ്റാർ എന്ന് തന്നെ പറയാം. ഒരുപാട് സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് ഞങ്ങൾ. അപ്പൊ അങ്ങനെ ഒരു പരിവേഷം ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രതിനായകനായിട്ട് ഒരു വില്ലൻ വേഷങ്ങൾ മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ചെയ്യാറുണ്ട്. പിന്നെ ഇടി കൊള്ളുന്ന ഒരു വില്ലനാവാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ ഒരു ക്യാരക്ടർ ഡ്രിവൻ ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സ് വരുന്നതിനോട് ഇപ്പം ഉയരെ പോലെയുള്ളത് അല്ലെങ്കിൽ ഓർഡിനറി പോലെയുള്ള സിനിമകൾ ചെയ്യുന്നതിനോട് എനിക്ക് സന്തോഷമുള്ളൂ. അത്രയും ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു സിനിമയിൽ എന്നെ കാണുമ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഒരു പ്രെഡിക്റ്റബിൾ സ്വഭാവം ഉണ്ടാവില്ല. ഇയാൾ നായകനാണ്, അതുകൊണ്ട് ഇയാളുടെ എൻഡിങ് ഭയങ്കര പോസിറ്റീവായിരിക്കും എന്നുള്ളൊരു പ്രഡിക്ഷനിലേക്ക് പോകാതെ എല്ലാതരം ക്യാരക്ടേഴ്സും ചെയ്യാൻ പറ്റും. ഇവൻ ചിലപ്പം ചതിച്ചേക്കാം, ചിലപ്പോൾ ഇവൻ നന്നായേക്കാം എന്നുള്ളൊരു തോന്നൽ അങ്ങനെ മിക്സ് ചെയ്ത് ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് കിട്ടും. അപ്പൊ അങ്ങനെ അത്തരത്തിൽ നെഗറ്റീവ് ഷെയ്ഡ്സ് ചെയ്യാനും എനിക്ക് താല്പര്യമുണ്ട്. അനുരാഗകരിക്കും വെള്ളത്തിൽ അച്ഛനും മോനുമായിട്ട് അഭിനയിച്ചു. അപ്പം ഇപ്പോഴും സോഷ്യൽ മീഡിയ കറങ്ങുന്ന ഒരു സീനുണ്ട്, മറ്റേ അടി കിട്ടുമ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ. അപ്പൊ ഈ സിനിമ അടിച്ചിട്ടില്ല അടിച്ചിട്ടുണ്ടെന്നല്ല, ഈ സിനിമ വരുമ്പോൾ അതിനൊരു പ്രതികാരം വല്ലതും തീർക്കാനുള്ള ഒരു അവസരം കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ളതല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയോ എന്ന് ചോദിച്ചോളൂ. ഇല്ല, അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അതെ, എനിക്ക് പക്ഷെ ബീച്ചറിന്റെ കൂടെ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാം നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അത് ഇൻക്ലൂഡിങ് ഓർഡിനറി ആയാലും ഇപ്പൊ കരിക്കും വെള്ളം എടുത്തു പറയണം. അപ്പൊ അതില് എനിക്ക് തോന്നുന്നു ചിലപ്പം ബീച്ചറിനായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ചേട്ടൻ എനിക്ക് തരുന്നൊരു ഫ്രീഡം, ഇതൊക്കെ ആയിരിക്കാം ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കാരണം. കരിക്കുമ്പള്ളം പേഴ്സണലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും, രഘുവിനെയും അഭിയെയും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സാണ്. ആ അച്ഛനും മോനുമായിട്ട് ശരിക്കും ഈ സിനിമയിലെ ട്രെയിലറിൽ പറയുന്നുണ്ടല്ലോ, ഞങ്ങളെ കണ്ടിട്ട് ഇരട്ടപറ്റതാണെന്ന് തോന്നുന്നു പറഞ്ഞില്ല. അപ്പൊ അതുപോലെ എന്തോ ഒരു റിലേഷൻ ഞങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. ഭയങ്കര സിമ്പിൾ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്ക്രിപ്റ്റ് പറയാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും അതൊരു ഈസിയാണോ? അല്ല, ബീച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ബീച്ചേട്ടൻ നിങ്ങൾ എനിക്ക് തോന്നുന്നില്ല എത്ര പേർക്ക് ബീച്ചേട്ടനെ അടുത്ത് അറിയാമെന്നുള്ളൂ. എന്നാൽ ബീച്ചേട്ടനെ അടുത്ത് അറിയുന്നവർക്ക് അറിയാവുന്ന ഒരു കാര്യം, വളരെ ഒരു കാര്യം മനസ്സിലാക്കുന്നതിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ബീച്ചേട്ടന് അതിൻ്റെ എൻഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ആ ഒരു ഇപ്പോൾ ഒരുപക്ഷെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം, ബൈ ബർത്ത് കിട്ടുന്ന കുറച്ച് കഴിവുകളുണ്ട്, അങ്ങനെ ആയിരിക്കാം. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നത് ബീച്ചേട്ടൻ കഥ പറയാൻ വേണ്ടി പോകുമ്പോൾ വളരെ ലേസി ആയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പം ഞാൻ കഥ പറയാൻ ചെന്നപ്പോൾ ചോദിച്ചു, ബീച്ചേട്ടാ ഈ കഥ 45 മിനിറ്റിലും പറയാം, 2.25 മണിക്കൂറിലും പറയാം, ഞാൻ എങ്ങനെ പറയണം? അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന മറുപടി നീ ചുരുക്കി പറ എന്നുള്ളതായിരിക്കും. അപ്പോൾ നീ വലുതാക്കി പറ, നിനക്ക് എത്രത്തോളം ഭംഗിയായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയായിട്ട് പറയാം. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ അങ്ങനത്തെ ഒരു മറുപടി അല്ല പ്രതീക്ഷിച്ചത്. സോ ബീച്ചേട്ടനോട് കഥ പറഞ്ഞു, കഥ മൊത്തം കേട്ട് കഴിഞ്ഞിട്ട് ഓരോ കഥാപാത്രത്തിൻ്റെ പേര് ഉൾപ്പെടെയാണ് ബീച്ചേട്ടൻ തിരിച്ചു ചോദിക്കുന്നത്. അയാൾ എന്തുകൊണ്ടായിരിക്കും, ഇപ്പം മാത്യു എന്തുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്, രഘു എന്താ ഇങ്ങനെ നോക്കുന്നത്, അങ്ങനെ ഓരോ കാര്യങ്ങളും. അതെനിക്ക് ബീച്ചേട്ടനെ, ആ ഒരു ബീച്ചേട്ടനെ എനിക്ക് അറിയില്ല, ബീച്ചേട്ടനെ മുൻപ് പരിചയപ്പെട്ടിട്ടില്ല സിനിമ ചെയ്യുന്നവരെ. ബീച്ചേട്ടൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഈ ഇരിക്കുന്ന ആർക്കറിയുന്നതിനേക്കാളും വളരെ ഷ്രൗഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒന്നിലധികം ഹീറോസിനെ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന, അത് എഴുത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. എഴുത്തിലും അതിനൊപ്പം തന്നെ മേക്കിങ്ങിലും. കാരണം രണ്ടുപേരും ഫേസ് വാല്യൂ ഉള്ള, രണ്ടുപേരും മാർക്കറ്റ് വാല്യൂ ഉള്ള, ഫാൻസ് ഉള്ള, എന്താ പറയുക, അങ്ങനത്തെ രണ്ട് താരങ്ങളാണ്. സോ ഫസ്റ്റ് ശ്രദ്ധിക്കുന്നത് രണ്ടുപേർക്കും നമ്മളായിട്ടൊരു കുഴപ്പം ഉണ്ടാക്കരുത്. പിന്നെ എത്രത്തോളം ഇത്രയും പൊട്ടൻഷ്യൽ, ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ്, അവരെ എത്രത്തോളം ജെല്ല് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ഇത്ര മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു സിനിമ ഇവർ രണ്ടുപേരും കണ്ടതാണ്. അത് ഒരാൾ മുകളിൽ ഒരാൾ താഴെയോ അങ്ങനെ ആക്കിയിട്ടല്ല ഈ സിനിമ തുടങ്ങുന്നതും തീരുന്നതും. തലൈവനല്ല, തലവൻ ഈ പറയുന്ന ഈ സിനിമയിൽ എവിടെയും നമ്മൾ ആരാണ് തലവനെന്ന് ഇതുവരെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അത് സിനിമ കണ്ടിട്ട് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ജിസേട്ടാ, ഇപ്പൊ റിവ്യൂ ബോംബിംഗ് ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ട്, അതോ പ്രേക്ഷകരോട് എന്താണത് പറയാനുള്ളത്? ഒരിക്കലും അങ്ങനൊരു തോന്നലില്ല, ഒരിക്കലും ഇല്ല. അതിനെ നമുക്ക് ഒരിക്കലും ആ ഒരു വിഷയത്തെ എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അത് എതിർക്കുന്ന ശുദ്ധ മണ്ടത്തരവുമാണ്.
കാരണം കാശ് കൊടുത്ത് സിനിമ കണ്ട ഒരാൾക്ക് അവനവൻ്റെ അഭിപ്രായം എവിടെ നിന്നും പറയാം. വീട്ടിൽ നിന്ന് പറയാം, ക്യാമറ നോക്കി പറയാം, കലിങ്ങിൻ്റെ മുകളിൽ നിന്ന് പറയാം, ബസ്സിലിരുന്നും ട്രെയിനിലിരുന്നും പറയാം. അതിനൊരിക്കലും നമുക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല. അതിനെ വെൽക്കം ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ നമുക്ക്. ചില സിനിമകളിലെ ഡയലോഗുകൾ ഉണ്ടല്ലോ, എതിരെ നിൽക്കുന്നവരുടെ ഉള്ളിൽ മനുഷ്യന് വിരലുകൾ തന്നിട്ടുള്ളത് ചേർക്കാനാണ്. ഇപ്പൊ ഈ പടത്തില് ഡയലോഗ് എഴുതുമ്പോൾ അങ്ങനെയുള്ള നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതാൻ പറ്റാത്തതിലൊരു സങ്കടം ഉണ്ടായിരുന്നു. അതില്ല, നന്മ നിറഞ്ഞ ഡയലോഗുകൾ എഴുതാനൊക്കെ വേറെ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ. നമുക്ക് പറയുന്ന മറ്റ് പ്രസിദ്ധീകരണങ്ങളിലാണ് എഴുതാം, അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു സിനിമ, ആ സിനിമയ്ക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പാട്ടുകൾ എഴുതുന്നുണ്ട്. ഈ സൺഡേ ഹോളിഡേയിൽ മഴപാടും കുളിരായി എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ്. ഒരു നോക്ക് കാണുവാൻ കാത്തിരുന്നവർ മിഴി അകന്നു പോയോ എന്ന് എഴുതിയതും അതേ സിനിമയിൽ തന്നെ കണ്ടോ നിന്റെ കണ്ണിൽ പ്രചണ്ഡനം എന്ന് എഴുതിയതും ഞാൻ തന്നെയാണ്. അപ്പോൾ സിനിമയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് അങ്ങനെ ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്താൽ എന്തും പോലെ ഏച്ച് കെട്ടിയാൽ മുഴച്ചു നിൽക്കും എന്ന് പറയുന്ന പോലെ അതെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. പ്രത്യേകിച്ച് സിനിമ ഇപ്പോൾ വളരെ റിയലിസ്റ്റിക്, താങ്കൾ ചോദിച്ച പോലെ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കുന്ന സമയമാണ് സിനിമ. അപ്പോൾ അത്രയും സിമ്പിളായിട്ട് എഴുതാനാണ് ശ്രമിച്ചിരിക്കുന്നത്. ഈ ഹോട്ടലിലൊക്കെ മുമ്പ് കോസ്റ്റ് പ്ലസ് GST എന്നൊക്കെ പറയുന്ന പോലെ ജസ്റ്റ് ജോയിൻ എടുത്താൽ ഒരു ലിറിസിസ്റ്റിന്റെ അതും നടക്കും. അതല്ല, അത് പാട്ട് ഒരു പക്ഷേ പാട്ടെഴുത്ത് ഞാൻ സിനിമാ സംവിധായകനാകണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാൾ മുൻപ് ആഗ്രഹിച്ചിരുന്നതാണ് പാട്ടെഴുത്തുകാരനാകണമെന്നുള്ളത്. അപ്പം ഓഫ് കോഴ്സ് മറ്റൊരാളെ പറഞ്ഞ് എൻ്റെ സിനിമയുടെ മൂഡ് ഇതാണ്, ഇങ്ങനെ എഴുതണം എന്നൊക്കെ പറയുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തന്നെ എഴുതാൻ അല്ലേ അത് ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നീമ്പോളിക്ക് വിനീത് ശ്രീനിവാസൻ എന്ന പോലെ ആശുപത്രിക്ക് എന്താണ് ജിസ്റ്റോയ് ആണല്ലോ, ഒരു ഏത് സമയത്ത് ഒരു താങ്ങായിട്ട് വരും. അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു കോംപ്ലിമെന്റ് അല്ലേ? കറക്റ്റ് സമയത്താണല്ലോ വരുന്നത്. കറക്റ്റ് സമയത്ത് അങ്ങനെ പറഞ്ഞത് സിനിമ നന്നാവട്ടെ എന്നല്ലേ? സിനിമ നന്നാവട്ടെ, പക്ഷെ അതാ പറഞ്ഞേ, ഇത് കറക്റ്റ് സമയത്ത് വരെ കുറച്ച് ഫെയിലിയറിലെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഒരു താങ്ങായി സപ്പോർട്ടായിട്ട് വരുന്നതാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെയല്ലേ? അതായത് അങ്ങനെയല്ല. ഞാൻ എപ്പോഴും ആസിഫിനെ എനിക്ക് താങ്ങായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ബൈസൈക്കിൾ ദിവസം മുതൽ എത്രയോ ആർട്ടിസ്റ്റിനോട് കഥ പറഞ്ഞിട്ട് അവർക്ക് ആർക്കും മനസ്സിലാവാത്ത സിനിമയാണ് ആസിഫ് എനിക്ക് കൈ തന്നത്. അപ്പൊ അന്ന് മുതൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഡിപ്ലോമസി കൊണ്ട് പറയുന്നതല്ല, തിരിച്ചാണ് തോന്നുന്നത്. 1.5 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യാൻ ഇദ്ദേഹം ഉള്ളതുകൊണ്ട് പറ്റുന്നുണ്ട്. കോംബോ എന്ന് പറയുന്നത് ഹിറ്റ് കോംബോയാണ്. അപ്പൊ അങ്ങനെ തിരഞ്ഞെടുത്താണോ ഇവിടെ, അതോ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന രീതി തിരഞ്ഞെടുത്താണ്? ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നത് ഫസ്റ്റ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ലാൽ സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പരസ്യങ്ങൾ അദ്ദേഹത്തെ വെച്ച് സംവിധാനം ചെയ്യാനായിട്ട് 50-55 പരസ്യങ്ങൾ സംവിധാനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സിനിമ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ ആഗ്രഹമുള്ള ഒരാളാണ് ബിജുവേട്ടൻ. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ ഓർഡിനറി എന്ന് പറയുന്ന സിനിമയിൽ ജിഷ്ണുവിന് വേണ്ടിയിട്ട് ഞാൻ ആ ശബ്ദം കൊടുത്തത്. അപ്പോൾ അത് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യമായിട്ട് പാലക്കാട് ഭാഷ ഒരാൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നത്. കാരണം ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റായിട്ട് തുടങ്ങിയാണ് 2000-ൽ. അപ്പൊ എനിക്കറിയാം ഒരു ഡബിങ്ങിൽ ആർട്ടിഫിഷ്യൽ അല്ലാതെ ഒരു ആക്സെന്റ് പിടിക്കൽ എന്ത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആക്സെന്റ് പിടിക്കുന്നതിൽ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കില്ലാടി എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. അതിപ്പോ പറയേണ്ട ആവശ്യമില്ല. രാജമാണിക്യമാണെങ്കിലും പ്രാഞ്ചിയേട്ടനായിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും രാപ്പകൽ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പാലക്കാട് പിടിച്ചിരിക്കുന്നത്, ലൗഡ് സ്പീക്കർ, വേഷം എന്ന് പറഞ്ഞ സിനിമയിൽ കോഴിക്കോട് പിടിച്ചിരിക്കുന്നത്. അത്രയും സട്ടിലായിട്ട് ഭാഷ പിടിക്കുന്ന ഒരാൾ നമ്മൾ എപ്പോഴും ഞെട്ടിയിരിക്കുന്ന മമ്മൂക്കയെ കണ്ടിട്ടാണ്. അതുപോലെ ഒരു ഞെട്ടലായിരുന്നു എനിക്ക് ഓർഡിനറി കണ്ടപ്പോൾ. കാരണം പാലക്കാട് ഭാഷ അത്രയും മനോഹരമായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഡബ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ എനിക്ക് സംയുക്ത ചേച്ചിയെ വെച്ചിട്ട് ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോടാണ് ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത്, ചേച്ചി ബിജുവേട്ടൻ എനിക്ക് യാതൊരു പരിചയമില്ല, ചേച്ചി വീട്ടിൽ ചെല്ലുമ്പോൾ പറയണം, ഞാൻ പടം കണ്ടു, അസലായിരിക്കുന്നു, ചേട്ടൻ മനോഹരമായിട്ട് ഡബ് ചെയ്തിട്ടുണ്ട്, അത് അസലായിട്ടുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഡബിങ്ങിന്റെ കാര്യം പറഞ്ഞോണ്ട് ചോദിക്കാണ്, പുഷ്പയുടെ ഡബിങ് വല്ലതും ആയോ? പുഷ്പ എനിക്ക് ജൂലൈയിലാണ് അവർ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് പുഷ്പ 2 ഡബിങ്ങിന് വേണ്ടിയിട്ട്. അത്രയും അറിയുള്ളൂ. ജാതി പറയാൻ പാടില്ല സിനിമയിൽ. അതുപോലെ മറ്റു പല സമൂഹത്തിൽ നിലനിൽക്കുന്നത് ആയ പല കാര്യങ്ങളും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അത് ചില ആൾക്കാർക്ക് അത് ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട വെച്ച് സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. ഇവരൊരു സംവിധായകൻ എന്നുള്ള രീതിയിൽ അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോടൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ഈ സ്റ്റേറ്റ്മെന്റിന് എങ്ങനെ കാണുന്നു? എനിക്ക് സിനിമ ആരെയും മുറിവേൽപ്പിക്കാനുള്ള
ഒരു ഉപകരണം അല്ലെന്നുള്ളൊരു വിശ്വാസമുണ്ട്. അത് ഉറപ്പായിട്ട് എത്ര കാലം സിനിമ ചെയ്തു, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളിൽ എത്ര കാലം ഉണ്ടോ അത്രയും കാലം അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരു സമൂഹത്തെയും പ്രത്യേകിച്ച് മതസമൂഹത്തെ ഒരു കാരണവശാലും പ്രഖ്യാനുള്ള മുറിവേൽപ്പിക്കാനുള്ള ഉപാധിയല്ല ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മീഡിയം എന്ന് പറയുന്ന സിനിമ. കാരണം ഈ ലോകത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ദൈവമേ എന്ന് വിശ്വസിച്ച് ഒരു മതത്തിൽ വിശ്വസിച്ച് ഒരു ബിലീഫിൽ പോകുന്ന ആൾക്കാരുണ്ട്. അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു പരിപാടിയും എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. പിന്നെ നമ്മളിവിടെ ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ നാട്ടിൻ്റെ നിയമങ്ങളുണ്ട്. ഇപ്പം നമ്മൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന് എഴുതി കാണിക്കുന്നത് പോലെ സെൻസർ ബോർഡും അതിന് നിഷ്കർഷിച്ചിരിക്കുന്ന ആൾക്കാരും എന്ത് പറയുന്നോ അതിനെ പാലിച്ചുകൊണ്ട് സിനിമ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്ന കാര്യം. അതിനൊന്നും വെല്ലുവിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ പേഴ്സണലി. അപ്പം എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് സിനിമ വരട്ടെ ഞങ്ങൾ ആശംസിക്കുന്നു. ഒരുപാട് പേര് കഷ്ടപ്പാടാണ്. സെറ്റിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാണ്. അത് വലിയൊരു ഹിറ്റ് ആവട്ടെ. 24-ാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാൻ? 24-ാം തീയതി കാണാൻ വരുന്ന പ്രേക്ഷകരോട് നമ്മൾ എല്ലാ സിനിമയും, ഞങ്ങളുടെ സിനിമ മാത്രമല്ല എല്ലാ സിനിമയും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കുന്ന സിനിമകളാണ്. അപ്പോൾ കോവിഡൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾ ആശങ്കപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരു നല്ല കാലം ഉണ്ടാവും, തിയേറ്ററിലേക്ക് ആൾക്കാർ തിരിച്ചു വരുമോ എന്നൊക്കെയുള്ളൂ. പക്ഷെ അതൊക്കെ മാറിയിട്ട് മലയാളം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് 1000 സല്യൂട്ട് അടിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. എന്ത് തരം കണ്ടന്റും നല്ലതാണെങ്കിൽ, എത്ര റിവ്യൂ ബോംബിംഗ് ഉണ്ടെങ്കിലും നല്ല സിനിമ വിജയിപ്പിക്കുന്ന പ്രേക്ഷകരെ അവരെ തന്നെയാണ് ഞങ്ങൾക്ക് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു രീതിയിലുള്ള വീരവാദമോ ക്ലെയിമോ ഈ സമയത്ത് ഞങ്ങൾ ചെയ്യുന്നില്ല. 24-ാം തീയതി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കും തലവൻ എങ്ങനെയുണ്ടെന്നുള്ളത്. നിങ്ങൾ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ള രീതിയിൽ പക്ക കൊമേഴ്ഷ്യൽ സിനിമയായിട്ടാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ബാക്കിയെല്ലാം ഞങ്ങൾ പ്രേക്ഷകനെയും ദൈവത്തിനെയും മാത്രം വിശ്വസിക്കുന്നു. നിങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പടം കാണണം. നിങ്ങൾക്ക് എന്ത് തന്നെ തോന്നിയാലും ആത്മാർത്ഥമായിട്ടുള്ള ഹോണസ്റ്റ് ഒപ്പീനിയൻ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എഴുതണം, നിങ്ങൾ പറയണം. സിനിമ മാറ്റം ഒപ്പുണ്ട് മാറ്റിയാനേ ആസ് എ പ്രൊഡ്യൂസർ പേടിയുണ്ടോ? 24-ാം തീയതി പടം ഇറക്കുമ്പോൾ ടെർബോ മുട്ടിക്കുമ്പോൾ? അല്ല, പേടിയില്ലപ്പാ, പേടിയില്ല. ഞാൻ പറഞ്ഞേ, സിനിമ വിജയിക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കൂടെ ഒരു സിനിമ ഇറങ്ങുന്നു, ആ സിനിമ വലിയ വിജയമാകുന്നു, ഉറപ്പായിട്ടും തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരും, അല്ലേ? തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുന്ന സമയത്ത് സിനിമ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഭയങ്കര ഡ്രൈ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾ വരാത്ത സമയത്ത് വേറൊരു സിനിമയില്ല, എന്നാൽ നമ്മുടെ സിനിമ ഇറക്കാമെന്ന് പറയുന്നതിൽ കാര്യമില്ല. സിനിമ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും ആവേശത്തോടെ തിയേറ്ററിലേക്ക് പ്രേക്ഷകർ വരുമ്പോൾ സിനിമ ഇറക്കുന്നത് തന്നെയാണ് സന്തോഷം. പിന്നെ മമ്മൂക്കയെ പോലെ സ്റ്റാർ നമ്മൾ അങ്ങനെ ഒരു ചിന്തയെ നമ്മുടെ മനസ്സിൽ പോകുന്നില്ല. അത് അദ്ദേഹത്തിന് വലിയ സിനിമയാണ്, വലിയ ക്യാൻവാസിൽ വരുന്ന സിനിമയാണ്. അത്തരം ഒരു സിനിമ വന്ന് പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരുമ്പോൾ തന്നെ നമ്മുടെ സിനിമ വരുമ്പോൾ നമ്മളെയും സപ്പോർട്ട് ചെയ്യും. സുനിത എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, ഫിസിക്കലി ഒരു ചെറിയൊരു ഇഷ്യൂ ഉള്ള ഒരാളാണ്. എനിക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ ഒരു ദിവസം കഥ പറയില്ല. ഇല്ല, ഒരു ദിവസം എനിക്ക് അതിന് ശീലമില്ലാത്തതിൻ്റെ ആയിരിക്കും. നമ്മൾ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ സീനൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തൊക്കെ പോയി ഒരു ഷോട്ട് എടുത്തപ്പോൾ ഞാൻ ആക്ച്വലി ആ ഒരു പ്രശ്നം മറന്നുപോയി. നമ്മൾ ആരും ഓർത്തില്ല, ഞാൻ മറന്നുപോയി. എൻ്റെ ബീച്ചേട്ടൻ്റെ കൂടെയായിരുന്നു സീൻ ഉണ്ടായിരുന്നത്. ഞങ്ങൾ ആരും ഓർത്തില്ല. പിറ്റേ ദിവസം എന്തോ ഇങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നപ്പോ ബീച്ചേട്ടൻ, എടി നീ ഇന്നലെ ആ കാര്യം ചെയ്തായിരുന്നോ? അപ്പൊ ഞാൻ അയ്യോ ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ എഡിറ്ററെ വിളിച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ സംഭവം ചെയ്തിട്ടില്ല. എന്നിട്ടത് വീണ്ടും റീഷൂട്ട് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് എന്റെ പരിചയക്കുറവിന്റെ ഒരു പ്രശ്നമായിരുന്നു. ആർക്കും അത് ഓർമ്മയും വന്നില്ല. അപ്പൊ അന്ന് ആ ഒരു കാര്യം ഉണ്ടായപ്പോ ബീച്ചേട്ടൻ തന്നെ അതിനൊരു ടിപ്പ് പറഞ്ഞു തന്നു. ഇങ്ങനെ ഒരു കാര്യം നമ്മളെല്ലാരും മറന്നു പോകാൻ സാധ്യതയുണ്ട്. വിലയേറിയ ടിപ്പാണോ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്? കുഴപ്പമില്ല അല്ലേ? 30 വർഷം ആയതിന്റെ ഒരു 30 വർഷം അപ്പൊ എന്നോട് പറഞ്ഞു തന്നു, നമ്മൾ മറന്നുപോകും ഇങ്ങനത്തെ ഒരു കാര്യം. നമുക്ക് ശീലമില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് നമ്മൾ ചിലപ്പം തലേന്നത് ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പോ അത് ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു എന്താ പറയുന്നത്, ഒരു നീ ക്യാപ്പോ അല്ലെങ്കിൽ ശരീരത്തിൽ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു സംഭവം നമ്മൾ വെക്കുവാണെങ്കിൽ ഇതെന്തിനാ ഞാനിട്ട് ആ കാര്യം ഓർമ്മ വരും എന്നുള്ള രീതിയിൽ ഒരു
ഒരു ടിപ്പൊക്കെ എനിക്ക് പറഞ്ഞു തന്നു.